Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Sunitha Furniture, Tavakara, Kannur since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. മാടായി പഞ്ചായത്തിലെ എരിപ്രം സുനാമി കോളനി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളികളായ കോളനിവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുമെന്ന് എം പിയുടെ ഉറപ്പ്. കാലം തെറ്റി പെയ്ത മഴയിൽ വ്യാപക കൃഷിനാശം. കണ്ടങ്കാളി മേഖലയിൽ വെള്ളക്കെട്ടിൽ നശിച്ചത് ഏക്കർ കണക്കിന് മുണ്ടകൻ കൃഷി. മുണ്ടകൻ കൃഷിക്ക് കൃഷി വകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്ന പരാതിയുമായി കർഷകർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം ഇളമ്പച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ബി രമേശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉഴുന്ന കർഷകർക്ക് കനത്ത തിരിച്ചടിയായി കാലം തെറ്റിയ മഴ. കുഞ്ഞമംഗലം പഞ്ചായത്തിലെ തെക്കേവയൽ പാടശേഖരത്തിൽ ഒരുക്കിയ ഉഴുന്ന് കൃഷി പൂർണ്ണമായും നശിച്ചു. അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. മാടായി പഞ്ചായത്തിലെ ഏരിപ്രം സുനാമി കോളനി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി സന്ദർശിച്ചു. കോളനിവാസികൾ തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എം പിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് എം പി അറിയിച്ചു. അടിസ്ഥാന സൗകര്യത്തിന്റെ അഭാവത്തെക്കുറിച്ചായിരുന്നു കോളനിവാസികൾ എം പിയോട് ഏറെയും പരാതിപ്പെട്ടത്. 8 കെട്ടിടങ്ങളിലായി 40 ഫ്ളാറ്റുകളാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കായി അനുവദിച്ചത്. ഗതാഗത യോഗ്യമായ ഒരു റോഡ് പോലും ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോളനിവാസികൾ പറഞ്ഞു. താമസിക്കുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും കാരണം പല ഫ്ളാറ്റുകളും ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചുമരിൽ ആണിയടിച്ചാൽ പോലും ജനലുകളും വാതിലുകളുമെല്ലാം അടർന്നു വീഴാവുന്ന ദുരവസ്ഥയിലാണ്. മുകളിലെ നിലകളുടെ അവസ്ഥ ഇതാണെങ്കിൽ താഴത്തെ ഫ്ളാറ്റുകളിലെ തറകളാണ് ദ്രവിക്കാൻ തുടങ്ങിയത്. ഫ്ളാറ്റുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ പുറത്ത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കണം. കനത്ത മഴയിൽ ഭക്ഷണത്തിലടക്കം മഴവെള്ളം ചോർന്നൊലിക്കും. കക്കൂസ് ടാങ്കുകൾ പൊട്ടിയൊലിക്കാനും തുടങ്ങിയിട്ടുണ്ടെന്നും കോളനിവാസികൾ പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടവുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് എന്താണോ എം പി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്യും. അതാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഈ ഭൂമി കംപ്ലീറ്റ്. ഇവർക്കാർക്കും വ്യക്തിപരമായിട്ടൊന്നുമില്ല. അപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇടപെടലും അനുവാദവും ഒക്കെ ചില കാര്യത്തിനകത്ത് ആവശ്യമാണ്. ഫണ്ടിൻ്റെ ഒരു കുറവ് വരാതെ ഈ കാര്യത്തിൽ നോക്കാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കുടിവെള്ളം ഉൾപ്പെടെ സംവിധാനം ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായി മാറി. മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാൻ പോലും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കോളനിവാസികൾ പറഞ്ഞു. പരാതികളിന്മേൽ പരിശോധിച്ച് നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് എം പി അറിയിച്ചു. CPI കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി PV ബാബുരാജേന്ദ്രൻ, ജിതേഷ് കണ്ണപുരം, വി പരാഗൻ, മാടായി ലോക്കൽ സെക്രട്ടറി വിവേക് വാടിക്കൽ, മനോജ് വെള്ളച്ചാൽ, AV രാജേഷ്, PP ആകാശ് തുടങ്ങിയവരും എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാലം തെറ്റി പെയ്ത മഴയിൽ തീരദേശത്ത് വ്യാപക കൃഷിനാശം. കണ്ടങ്ങാളി മേഖലയിലാണ് വെള്ളക്കെട്ടിൽ നെൽകൃഷി നശിച്ചത്. മുണ്ടകൻ കൃഷിക്ക് കൃഷി വകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്ന പരാതി കർഷകർക്കുണ്ട്. കണ്ടങ്കാളിയിലെ KV രാജൻ നെൽകർഷകനാണ്. മുണ്ടകനടക്കമുള്ള വിളകൾ കൃഷിയിറക്കുന്നു. കർഷക തൊഴിലാളി കൂടിയായ രാജന്റെ പ്രധാന ഉപജീവന മാർഗം നെൽകൃഷിയാണ്. എന്നാൽ ഇത്തവണ കാലാവസ്ഥ മാറ്റം എല്ലാം തകർത്തു. കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിൽ ജനുവരിയിൽ മഴ തകർത്തു പെയ്തപ്പോൾ 1/2 ഏക്കർ പാടത്തെ മുണ്ടകൻ കൃഷി വെള്ളത്തിൽ മുങ്ങി. കൊയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകിടം മറിച്ചത്. 20 പറയോളം വിളവ് ലഭിക്കുമായിരുന്ന നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. വെള്ളത്തിൽ ചീഞ്ഞടിയുന്ന കതിർക്കുലകളെ രാജൻ വേദനയോടെ കാണിച്ചു തന്നു. നമ്മൾ ഈ കൃഷി കൊണ്ട് മാത്രം ഉപജീവന മാർഗം കഴിക്കുന്നതാണ്.
ഈ പുതിയ കാലവർഷത്തിൻ്റെ ഈ കാലാവസ്ഥേൻ്റെ വ്യതിയാനം കൊണ്ട് നമുക്കിപ്പോൾ ഈ പ്രാവശ്യത്തെ നെല്ല് എല്ലാം പോയി. വിരിപ്പിൻ്റെ കുറച്ച് നെല്ല് 50 സെൻറ്റ് പാലിന് ഇതുവരെ 50 സെൻറ്റ് ഉണ്ടാവും. ഈ കൃഷി ചെയ്യുന്ന അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കൃഷിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ്. പിന്നെ പന്നീര ശല്യം, ഒരു ഭാഗത്ത് പന്നീര ശല്യം അതിനെക്കാട്ടും കഷ്ടമാണ്. ഈ പ്രതീക്ഷിക്കാത്ത മഴ വന്നെയാണ് പ്രശ്നം. പ്രതീക്ഷിക്കാത്ത മഴ വന്നതാണ് ഈ പ്രശ്നം ഇങ്ങനെ ആയത്. നെല്ലും കൊയ്തെടുക്കാനായതാണ്. മുണ്ടകൻ കൃഷിക്ക് ഉൽപാദന ബോണസോ നഷ്ടപരിഹാരമോ കൃഷിവകുപ്പ് നൽകുന്നില്ലെന്നതും കർഷകർക്ക് ഇരുട്ടടിയാകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആദ്യ ഇരകൾ കർഷകരാണെന്നതിന്റെ തെളിവാണ് പയ്യന്നൂർ കണ്ടങ്കാളിയിലെ വെള്ളം കയറി നശിച്ച ഈ നെൽവയൽ. ഉപ്പുവെള്ളം കയറുന്നതിനെ പ്രതിരോധിക്കാൻ തോട്ടിൽ നിർമ്മിച്ച അണക്കെട്ടിന്റെ ഷട്ടറുകൾ ജനുവരി മാസമായതിനാൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കി. വൈക്കോൽ പോലും ലഭിക്കാത്ത രീതിയിലാണ് നെല്ല് വെള്ളത്തിൽ മുങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം ഇളമ്പച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ബി രമേശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം ഇളമ്പച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ബി രമേശ് ഉദ്ഘാടനം ചെയ്തു. ആക്റ്റീവ് പാർട്ണറും ആയതുകൊണ്ട് ഒരു പൗലിയൻ നമുക്ക് അവിടെയുണ്ട്. അവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്ത് കാണിച്ചു കൊടുക്കാം. പരിഷത്തിന്റെ 60 വർഷങ്ങൾ, പരിഷത്ത് 60, കേരള സമൂഹത്തിലെ പരിഷത്തിന്റെ 60 വർഷങ്ങൾ എന്ന രീതിയിൽ ഒരു കാര്യം അവിടെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു സ്റ്റാൾ അവിടെ അതനുസരിച്ച് പ്രൊഫഷണലായിട്ട് തന്നെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ കെ രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ കെ തമ്പാൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് വി.ടി. കാർത്യായനി, സംസ്ഥാന കമ്മിറ്റി അംഗം എം.വി. ഗംഗാധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി. രാജൻ മാസ്റ്റർ, കെ.വി. അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, സാമൂഹ്യനീതി വകുപ്പ്, ആരോഗ്യ വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി അദാലത്ത് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന നഗരസഭാതല അദാലത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന നഗരസഭാതല അദാലത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ കെ ഫൽഗുനൻ അധ്യക്ഷത വഹിച്ചു. അദാലത്തിൽ രജിസ്റ്റർ ചെയ്ത 83 പേരിൽ 70 പേരുടെ പ്രശ്നങ്ങൾക്ക് അദാലത്തിലൂടെ പരിഹാരം കണ്ടെത്തുന്നതിന് കഴിഞ്ഞു. പുതിയതായി 6 അപേക്ഷകൾ സ്വീകരിച്ചു. അപേക്ഷ നൽകിയവരെ 20-ാം തീയതി തളിപ്പറമ്പിൽ വെച്ച് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് റെഫർ ചെയ്തു. വിവിധ വകുപ്പുകളിൽ നിന്നായി എത്തിയ കെ അനീഷ്, സന്ധ്യ സന്തോഷ്, കെ പി പ്രബിത്ത്, പി റെനീഷ്, ആൽബിൻ തോമസ്, പി ബെറ്റി, കെ ആഷിത എന്നിവർ അദാലത്ത് ക്യാമ്പ് നിയന്ത്രിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ തെക്കേ വയൽ പാടശേഖരത്തിൽ നടത്തിയ ഉഴുന്ന് കൃഷി കാലം തെറ്റി പെയ്ത മഴയിൽ പൂർണ്ണമായും നശിച്ചു. കർഷക സംഘം, കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് കമ്മിറ്റി, തെക്കേ വയൽ പാടശേഖര കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ തെക്കേവയൽ പാടശേഖരത്തിൽ നടത്തിയ ഉഴുന്നു കൃഷി കാലം തെറ്റി പെയ്ത മഴയിൽ പൂർണ്ണമായും നശിച്ചു. 50 മുതൽ 55 ടൺ വരെ വിളവ് കിട്ടുന്ന 100 ഏക്കറിലധികം വരുന്ന കൃഷിസ്ഥലം വെള്ളത്തിനടിയിലായി. ഇതോടെ കർഷകർക്ക് ഭീമമായ നഷ്ടമാണുണ്ടായിരിക്കുന്നത്. ഈ വർഷത്തെ ഈ കാലവർഷം വളരെയധികം പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ടും ഇതിൻ്റെ ഉത്തരവാദ കൃഷി വകുപ്പും അതുപോലെ മറ്റ് ഗവൺമെൻറ് തലത്തിലും ഇതിന് കഷ്ടനഷ്ടങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ നെൽകൃഷിക്കും അവരൊക്കെ കൃഷി ഓഫീസറും മറ്റൊക്കെ ഇവിടെ വന്ന് പരിശോധിച്ച് അതിൻ്റെ നഷ്ടങ്ങളൊക്കെ വിലയിരുത്തിയാണ്. കർഷക സംഘം കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് കമ്മിറ്റിയും തെക്കേവയൽ പാടശേഖര കമ്മിറ്റിയും സ്ഥലം സന്ദർശിച്ചു. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകി സഹായിക്കണമെന്ന കർഷക സംഘം ഭാരവാഹികളും പാടശേഖര കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. കർഷക സംഘം സെക്രട്ടറി കെ.വി. ഗോപാലൻ, പ്രസിഡന്റ് കെ. പത്മനാഭൻ, ട്രഷറർ കെ. നാരായണൻ, പാടശേഖര സമിതി പ്രസിഡന്റ് വി. ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി പി.വി. ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതി വയോജന സംഗമവും കലാമേളയും കുറ്റൂർ ഗവൺമെന്റ് യു.പി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമവും കലാമേളയും നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പല പ്രശ്നവും തുടങ്ങുന്നത് ഈ മിണ്ടാതെ പ്രശ്നമാണ്. നമ്മൾ സൗകര്യങ്ങളെല്ലാം വീട്ടില് TV ഉണ്ട്, AC ഉണ്ട്, പിന്നെ എല്ലാ സൗകര്യങ്ങളും. പക്ഷേ മനസ്സ് കുറവുണ്ട്. നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനാണ്
എരമംകുറ്റൂർ പഞ്ചായത്ത് നിങ്ങളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം ഒരുക്കിയിട്ടുള്ളത് ഇത് സംഘടിപ്പിച്ച ഇതിന്റെ പ്രിയപ്പെട്ട പഞ്ചായത്തിനും ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും നേടാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് സ്പോർട്സ് രംഗത്ത് അവാർഡ് കരസ്ഥമാക്കിയ AC ഡൊമിനിക്, E. ദാമോദരൻ എന്നിവരെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M.K. കുഞ്ഞപ്പൻ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി വിജേഷ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് K.P. രമേശൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T.K. രാജൻ, K. സരിത, C.V. ബാലകൃഷ്ണൻ, P.V. വിജയൻ, P. ദാക്ഷായണി, K.V. പ്രഭാകരൻ, ICDS സൂപ്പർവൈസർ മായ ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ബാലസഭാ കുട്ടികൾക്ക് കളിയരങ്ങ് അഭിനയ കളരി സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ബാലസഭ കളിയരങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P.P. രോഹിണി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ദിലീപ് പുത്തലത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T.V. ഉണ്ണികൃഷ്ണൻ, M.T. സബിത, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, T.V. കുഞ്ഞിക്കണ്ണൻ, U. രാധ, T.P. സരിത, A.V. നിത്യ, CDS ചെയർപേഴ്സൺ E. വസന്ത, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് ബാലസഭാ കുട്ടികൾക്കായി പരിപാടി സംഘടിപ്പിച്ചത്. രഘുനാഥ് പടവിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. 17 വാർഡുകളിൽ നിന്നുമായി 60ഓളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാലസഭ സർഗോത്സവം സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ബാലസഭ സർഗോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. സ്വാഗതം പറഞ്ഞ അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ P. നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന CDS വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ജയശ്രീ P. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കൈകാര്യം ചെയ്യാൻ ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുള്ള പ്രവീൺ കുമാർ, അതുപോലെ ശിവദാസൻ അവർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബശ്രീ പ്രവർത്തകരെ, അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ, CDS ചെയർപേഴ്സൺ K. ഷീബ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രവീൺ രുക്മ ക്ലാസ് കൈകാര്യം ചെയ്തു. പരിപാടിയിൽ വാർഡ് മെമ്പർമാർ, CDS ഭാരവാഹികൾ, ജെൻഡർ ഡെവലപ്മെന്റ് കൗൺസിലർ, ബാലസഭാ പ്രവർത്തകരായ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ A. ശ്രീധരൻ മാസ്റ്റർ, ആസൂത്രണ സമിതി അംഗം T. വിജയൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കുൽ, CDS വൈസ് ചെയർപേഴ്സൺ ജയശ്രീ P. തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക് കാനായി ശ്രീ അയ്യപ്പ ഭജനമഠം പാലിയേറ്റീവ് കെയറിനായി 25 പുതപ്പുകൾ കൈമാറി. നഗരസഭാ വൈസ് ചെയർമാൻ P.V. കുഞ്ഞപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിടപ്പ് രോഗികൾക്ക് പുതപ്പ് നൽകുന്നതിനായി കാനായി ശ്രീ അയ്യപ്പ ഭജനമഠം പാലിയേറ്റീവ് കെയറിനു വേണ്ടി പാലിയേറ്റീവ് ദിനത്തിൽ 25ഓളം പുതപ്പുകൾ കൈമാറി. നഗരസഭാ വൈസ് ചെയർമാൻ P.V. കുഞ്ഞപ്പൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ ആ സ്ത്രീയാണ് മൃഗീയമായിട്ട് ഈ ഉന്നത വിദ്യാഭ്യാസമുള്ള ടീച്ചറായിട്ട് കോളേജിൽ പ്രവർത്തിക്കുന്ന ആ സ്ത്രീ മൃഗീയമായിട്ട് അമ്മയെ മർദ്ദിക്കുന്ന ചിത്രം നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അത് വന്നതായില്ല, എത്രയോ സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുള്ളതാണ്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V.V. സജിത അധ്യക്ഷത വഹിച്ചു. വിനോദ് കാനായി, ഹെൽത്ത് ഇൻസ്പെക്ടർ E. നന്ദകുമാർ, വാർഡ് കൗൺസിലർ സുലോചന ടീച്ചർ, P. സജീവൻ, ഷീബ മധു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.
ലോക റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും സ്വന്തമാക്കി അപൂർവ നേട്ടവുമായി പുതിയങ്ങാടിയിലെ അഫ്ര മുഹമ്മദ് റിയാസും മകൻ എസ്ദാനും. മൊബൈൽ സ്ക്രീനിൽ അതിവേഗത്തിൽ ടൈപ്പ് ചെയ്ത് അഫ്ര റെക്കോർഡ് നേടിയപ്പോൾ ജനറൽ നോളേജിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് 2.5 വയസ്സുകാരൻ എസ്ദാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത്. മാടായി ഗ്രാമപഞ്ചായത്തിലെ പുതിയങ്ങാടിയിൽ നിന്നും അപൂർവ ബഹുമതി നേടിയിരിക്കുകയാണ് ഒരു ഉമ്മയും മകനും. ലോക റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുകയാണ് പുതിയങ്ങാടിയിലെ അഫ്ര മുഹമ്മദ് റിയാസും മകൻ എസ്ദാനും. മൊബൈൽ സ്ക്രീനിൽ അതിവേഗ ടൈപ്പിംഗിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത വേൾഡ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം പിടിച്ച KC അഫ്ര മുഹമ്മദ് റിയാസും 15ഓളം കാറ്റഗറിയിലായി 200ഓളം സാധനങ്ങൾ തിരിച്ചറിഞ്ഞ് പറഞ്ഞതിലും ജനറൽ നോളജിലും കഴിവ് തെളിയിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച് 2.5 വയസ്സുകാരൻ എസ്ദാനുമാണ് ഈ അപൂർവ നേട്ടം കൊയ്തത്. Which letter? B. Okay. Izan, which letter? A. Good. Izan, which letter? D. D. Good. Izan, which letter? O. Good. കൃത്യമായ പരിശീലനത്തിലൂടെയാണ് ഈ ബഹുമതി നേടിയെടുത്തത്. ഒഴിവു സമയങ്ങളിൽ മകന് അറിവ് പകർന്നു നൽകുമ്പോൾ ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഇവർ കരുതിയിരുന്നില്ല. അപൂർവ നേട്ടം കൈവരിച്ച ഇവർക്ക് ആശംസകൾ നേരാനായി നിരവധി ആളുകൾ ഇവരുടെ പുതിയങ്ങാടിയിലെ വീട്ടിലേക്ക് എത്തുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നല്ല കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് സ്പോർട്സ് ക്ലബ്ബുകളും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കായിക സമ്മേളനം നടക്കുന്നതിന്റെ മുന്നോടിയായി ആരോഗ്യമുള്ള ശരീരത്തിന് കായിക ഗ്രാമം വളർത്തിയെടുക്കുക എന്ന ആശയവുമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം P. നാരായണൻകുട്ടി വിഷയാവതരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. രോഹിണി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TV. ഉണ്ണികൃഷ്ണൻ, യൂത്ത് കോർഡിനേറ്റർ പ്രണവ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ, സ്കൂൾ കായികാധ്യാപകർ, ക്ലബ്ബ് ഭാരവാഹികൾ, കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ഗ്രാമം കൊളീഗ്സിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 24-25 തീയതികളിൽ മഹാദേവ ഗ്രാമത്തിൽ നടക്കുന്ന BPL സീസൺ 3 വെറ്ററൻസ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം മഹാദേവ ഗ്രാമത്തിൽ നടന്നു. സ്വിറ്റ്സർലാൻഡ് നാഷണൽ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അർജുൻ വിനോദ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. പയ്യന്നൂർ ഗ്രാമം കൊളീഗ്സിന്റെ ആഭിമുഖ്യത്തിൽ 2024 ഫെബ്രുവരി 24-25 തീയതികളിൽ മഹാദേവ ഗ്രാമത്തിൽ വെച്ച് നടത്തുന്ന BPL സീസൺ 3 വെറ്ററൻസ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം മഹാദേവ ഗ്രാമത്തിൽ നടന്നു. സ്വിറ്റ്സർലൻഡ് നാഷണൽ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അർജുൻ വിനോദ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ചെയർമാൻ രഘു കലിയന്തിൽ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ A. രഘുനാഥ് മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. രാജു അത്തായി സ്വാഗതവും BP ശരത് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. KV സുനിൽകുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ KK കുമാർ, TP അനിൽകുമാർ, ജോയിന്റ് RTO പ്രസാദ്, PU രാജൻ, M. പ്രദീപൻ, VP രാജേഷ്, K. ശരത് കുമാർ, TA രാജീവൻ, KU ശശിധരൻ, ഹരികൃഷ്ണൻ അത്തായി, K. പ്രശാന്ത്, പ്രകാശ് മഹാദേവ ഗ്രാമം, കലേഷ് കുമാർ VA, രാജേഷ് ബാബു UK, ശ്രീജിത്ത് AV, അനിൽ രൂപം, സുധീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന സൈക്കിൾ പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂർ നഗരസഭ സ്വീകരണം നൽകി. പെരുമ്പയിൽ നടന്ന സ്വീകരണ പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന സൈക്കിൾ പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂർ നഗരസഭ സ്വീകരണം നൽകി. പെരുമ്പയിൽ നടന്ന സ്വീകരണ പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ പരിശീലന പരിപാടികളടക്കം കേരളത്തിലാകെ വിദ്യാലയങ്ങളിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്.
മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലതുകൊണ്ടും കേരളം മുന്നിലാണ് എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ആരോഗ്യരംഗത്തായാലും അനന്തപത്മനാഭൻ, ആദിൽ, റഫ്ഖാൻ കാസ്മി, അംറ്റോ എന്നീ കായിക താരങ്ങളാണ് സൈക്കിൾ പ്രചരണ റാലിക്ക് നേതൃത്വം നൽകുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം എം ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി പി സമീറ, ടി വിശ്വനാഥൻ, വി വി സജിത, കൗൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ, ബി കൃഷ്ണൻ എന്നിവർ ജാഥാംഗങ്ങൾക്ക് ഹാരാർപ്പണം നടത്തി. പി ഷിജി, സുധാ രവീന്ദ്രൻ, സുമ കെ കെ, സൂപ്രണ്ട് എ ആന്റണി, ബി എം ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് ജില്ലാ ബാലശാസ്ത്ര പ്രതിഭാ സംഗമം പഴയങ്ങാടിയിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബാലശാസ്ത്ര പ്രതിഭാ സംഗമം പഴയങ്ങാടിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്തത്. ആളുകൾ വളർന്നു വന്ന് വിദ്യാഭ്യാസം നേടി കരണ്ടില്ല. ഒരുപാട് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലമായ വാക്കുകൾ കൊണ്ട് പറയുന്ന പ്രതിസന്ധിയല്ല, അതിന്റെ എക്സ്ട്രീം ലെവൽ ആയിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് വളർന്നു വന്നിട്ട് പഠിച്ചു വന്നവരാണ് ഇവരൊക്കെ. ഇരിക്കുന്നവരൊക്കെ നമുക്കിന്ന് ആ പ്രതിസന്ധിയൊന്നുമില്ല. നമുക്കിന്ന് അതുകൊണ്ട് തന്നെ എന്താ, ജീവിതത്തിൽ ചെറിയ കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കാത്തത് കൊണ്ട് തന്നെ പി വി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ വി ഗോപിനാഥ് പരിയാരം, ബി ദാമോദരൻ, പ്രൊഫസർ എ ജമാലുദ്ദീൻ, ഡോക്ടർ വൈ വി കണ്ണൻ, അഡ്വക്കേറ്റ് ടി വി ഹരീന്ദ്രൻ, പി വി അനില, കെ വി രമ്യ, വി ആർ വി ഏഴോം, ദിനേശൻ തെക്കുംപാട്, പി വി നാരായണൻ മാസ്റ്റർ, എൻ നാരായണൻ മാസ്റ്റർ, ഗംഗൻ കാനായി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവള്ളൂർ പെരണം ഗ്രാമപഞ്ചായത്തിലെ മാണിയാട്ട് തോടിന് സമീപം സ്നേഹാരാമമൊരുക്കി പയ്യന്നൂർ നെസ്റ്റ് കോളേജ് NSS യൂണിറ്റ് 70. കരിവള്ളൂർ പെരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു സ്നേഹാരാമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യം വലിച്ചെറിയപ്പെടുന്ന പാതയോരങ്ങൾ സുന്ദരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെസ്റ്റ് കോളേജ് NSS യൂണിറ്റ് 70 മാണിയാട്ട് തോടിന് സമീപം സ്നേഹാരാമം ഒരുക്കിയത്. സ്നേഹാരാമം കരിവള്ളൂർ പെരണം ഗ്രാമപഞ്ചായത്തിന് കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും നമ്മുടെ കുട്ടികളെ കൊണ്ട് അധ്യാപകർ ചെയ്യിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള മാതൃകാ പ്രവർത്തനമാണ് നടത്തി വരുന്നത്. ഇതും സംബന്ധിച്ച് നമുക്കറിയാം, മാലിന്യമുക്ത നവകേരളം എന്നൊരു ക്യാമ്പയിൻ നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്നേഹാരാമം നമുക്ക് മാലിന്യം വലിച്ചെറിയുന്ന ഭാഗങ്ങളിൽ ഉദ്യാനം തീർക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വാർഡ് മെമ്പർ ടി വി നാരായണൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷീജ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ എം സോമൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മിത, അപ്യാൽ രാഘവൻ, NSS പ്രോഗ്രാം ഓഫീസർ എം അനിത, കെ പി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഹിറ്റാച്ചി FC തൃക്കരിപ്പൂരം മർച്ചന്റ് യൂത്ത് വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 7ാമത് SFA അംഗീകൃത അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം സുരേഷ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഇ ശശിധരൻ മുഖ്യാതിഥിയായി. ജില്ലാ യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ മുനീർ KK, OT ജലീൽ, AG നൂറുൽ അമീൻ, മുഹമ്മദ് ആരിഫ്, ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് സത്യകുമാർ, ജബ്ബാർ പൊറോപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണപുരം ഒട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രം ആണ്ടുതിറ കളിയാട്ട മഹോത്സവം 2024 ജനുവരി 15 മുതൽ 19 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ കണ്ണപുരത്ത് മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 15-ന് പ്രതിഷ്ഠാദിനത്തിൽ നവകാഭിഷേകമടങ്ങിയ വിശേഷാൽ പൂജകളും തുടർന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്കു ശേഷം പ്രദേശവാസികൾ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും അരങ്ങേറും. ജനുവരി 16-ന് വൈകിട്ട് 4 മണിക്ക് ഏഴോം വടക്കൻസിന്റെ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടുകൂടി ചെറുകുന്ന് കതിരുവെക്കും തറയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വർണ്ണശബളമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. രാത്രി 7 മണിക്ക് ഗുരുവായൂർ മഞ്ചരീസ് അവതരിപ്പിക്കുന്ന ആധ്യാത്മിക പ്രഭാഷണം, തുടർന്ന് നൃത്തസന്ധ്യ അവതരിപ്പിച്ച കലാപ്രതിഭകളെ ആദരിക്കൽ. ജനുവരി 17-ന് വിശേഷാൽ പൂജകളും വൈകിട്ട് 6 മണിക്ക് ദീപാരാധനയ്ക്കു ശേഷം
മുണ്ടേരി പ്രഭാകരൻ ഒരുക്കിയ നീലിയാർ ഭഗവതിയുടെ ഭക്തിഗാനങ്ങളടങ്ങിയ CD പ്രകാശനവും തുടർന്ന് ക്ഷേത്രം മാതൃസമിതി അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയും അരങ്ങേറും. 7:30 തായമ്പകിയും 8:30 വെള്ളാട്ടവും 9:30 നിറമാലയും തുടർന്ന് അത്താഴ പൂജയോടുകൂടി നടയടയ്ക്കും. ജനുവരി 18 നീലിയാർ ഭഗവതി തിറ പുറപ്പാട്, 11:30 കുട്ടിത്തെയ്യം, ജനുവരി 19 പുലർച്ചെ 12:30 വെള്ളാട്ടം, വെള്ള ഒപ്പിക്കൽ, 1:15 പുള്ളി വേട്ടക്കിരുമകൻ തെയ്യം നേർച്ച, 18 രാത്രി 8 മണി മുതലും 19 ഉച്ചയ്ക്ക് 12:30 മുതലും അന്നദാനവും നടക്കും. 19 ഉച്ചയ്ക്ക് പുള്ളിവേട്ടയ്ക്കൊരുമകൻ പ്ലാവില തിരുമുടിയോടെ തിറയാട്ടം സമാപിക്കും. കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലക്കിൽ ഭാസ്കരൻ, മഹേശൻ പാലങ്ങാടൻ, പവിത്രൻ പാലങ്ങാടൻ, ഉത്തമൻ പാലങ്ങാടൻ, രാജേഷ് പുത്തൻവീട്, ലിജി ഉത്തമൻ, രജനി ദിനേശൻ, സൗമ്യ രഞ്ജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവള്ളൂർ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം പാട്ടുത്സവത്തിന് തുടക്കമായി. പയ്യന്നൂർ കണ്ടോത്തിടം സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവന്നതോടെയാണ് പാട്ട് മഹോത്സവത്തിന് തുടക്കമായത്. കരിവള്ളൂർ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം പാട്ട് മഹോത്സവത്തിന് തുടക്കമായി. പയ്യന്നൂർ കണ്ടോത്തിടം സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എത്തിച്ചതോടെയാണ് പാട്ട് മഹോത്സവത്തിന് തുടക്കമായത്. 5ാം പാട്ട് ദിവസമായ ജനുവരി 17 ബുധനാഴ്ച തേങ്ങയേർ നടക്കും. എല്ലാ ദിവസവും ഉച്ചപ്പാട്ട്, എഴുന്നള്ളത്ത്, അന്തിപ്പാട്ട് എന്നീ ചടങ്ങുകളും നടക്കും. പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി തിടമ്പ് നൃത്തം അരങ്ങേറി. ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് തിടമ്പ് നൃത്തം, തിരുവാതിരക്കളി, നടനരാവ് എന്നിവ നടന്നു. വരും ദിവസങ്ങളിൽ അക്ഷരശ്ലോക സദസ്സ്, വൈകിട്ട് പഞ്ചവാദ്യമേള പ്രദക്ഷിണം, തിടമ്പ് നൃത്തം എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് 4:30 ആറാട്ടിന് എഴുന്നള്ളത്ത്, തിടമ്പ് നൃത്തം, കരിമരുന്ന് പ്രയോഗവും നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മാതൃസമിതിയുടെ തിരുവാതിരക്കളി അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റെഡ് സ്ക്വയർ കാപ്പുങ്ങലിന്റെയും കൈരളി കാപ്പുങ്ങൽ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ജനുവരി 14 രാവിലെ 9:30 മുതൽ 1 മണി വരെ ക്ലബ്ബ് പരിസരത്ത് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടായി പഞ്ചായത്തിലെ എരിപ്രം സുനാമി കോളനി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളികളായ കോളനിവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുമെന്ന് MP-യുടെ ഉറപ്പ്. കാലം തെറ്റി പെയ്ത മഴയിൽ വ്യാപക കൃഷിനാശം. കണ്ടങ്കാളി മേഖലയിൽ വെള്ളക്കെട്ടിൽ നശിച്ചത് ഏക്കർ കണക്കിന് മുണ്ടകൻ കൃഷി. മുണ്ടകൻ കൃഷിക്ക് കൃഷി വകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്ന പരാതിയുമായി കർഷകർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം ഇളമ്പച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് B രമേശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉഴുന്ന കർഷകർക്ക് കനത്ത തിരിച്ചടിയായി കാലം തെറ്റിയ മഴ. കുഞ്ഞമംഗലം പഞ്ചായത്തിലെ തെക്കേവയൽ പാടശേഖരത്തിൽ ഒരുക്കിയ ഉഴുന്ന് കൃഷി പൂർണ്ണമായും നശിച്ചു. അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് കർഷകർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.